243-ൽ 208 എന്ന വലിയ മുന്നേറ്റം എൻഡിഎക്ക് നൽകിയ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ വലിയ നിരാശയിലാണ് കോൺഗ്രസ് ക്യാമ്പ്. ഒപ്പം തന്നെ ആർജെഡിയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ പ്രതികരണങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് തുടക്കത്തിൽ ഒരു പ്രതികരണം നമ്മൾ കണ്ടു. പക്ഷേ പിന്നീട് ഒരു അക്ഷരം പോലും മിണ്ടാൻ നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതാണ്. ഇപ്പോൾ കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്ന് ബൽറാം നെടുങ്ങാടിയുണ്ട് വിശദാംശങ്ങളുമായി. ബൽറാം, കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് തുടക്കത്തിൽ വന്ന പ്രതികരണം ഇതിന് ഉത്തരവാദി തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, പണം വിതരണം ചെയ്തിരുന്നു, പക്ഷെ അത് തടയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത്ര വലിയൊരു തിരിച്ചടി അവരെ സംബന്ധിച്ചത് 3 സീറ്റ് എന്നൊക്കെ പറയുന്നത് കോൺഗ്രസ് പോലെ ഒരു പാർട്ടിക്ക് ഇത്ര വലിയ തിരിച്ചടി എന്ന വാക്കതിനെ വിശേഷിപ്പിക്കാൻ പോരാ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. 90കളിലൊക്കെ ജഗന്നാഥ് മിശ്ര എന്ന മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരിക്കലും നല്ല രീതിയിലേക്ക് ബീഹാറിൽ കോൺഗ്രസിന് വരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും ഇങ്ങനെ ഒരു തിരിച്ചടി അത് കോൺഗ്രസിന് എന്തുകൊണ്ടുണ്ടായി എന്ന വിലയിരുത്തൽ ആ കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷനെയൊക്കെ പഴിക്കുക എന്നതിനപ്പുറത്തേക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട് എന്നതിന്റെ വിലയിരുത്തലിലേക്ക് പാർട്ടി പോയിട്ടുണ്ടോ? അനുജ, ഈ തിരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നതാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങൾക്ക് ഒപ്പം തന്നെ ഈ ബീഹാർ വോട്ട് ചെയ്യാൻ എത്തുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധി ഈ വോട്ട് ചോരി ആരോപണവുമായി നടത്തിയ 3ാമത്തെ വാർത്താ സമ്മേളനത്തിൽ തന്നെ അദ്ദേഹം ബീഹാറിലും സമാനമായ വോട്ട് ചോരിയുണ്ട് എന്നും തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ തെളിവുകളുമായി താൻ രംഗത്ത് വരുമെന്ന് പറഞ്ഞിരുന്നു. അത് ഒരു ജാമ്യമെടുപ്പായി BJP കേന്ദ്രങ്ങൾ ഉൾപ്പെടെ വിലയിരുത്തിയിരുന്നു. എന്നാൽ ഇത്രത്തോളം വലിയൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് കോൺഗ്രസ് ഒരുപക്ഷെ കണക്കാക്കിയിട്ടുണ്ടാകില്ല. കാരണം 2010-ലാണ് ചരിത്രത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി കോൺഗ്രസിന് നേരിട്ടത്. അന്ന് 243 സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിച്ച കോൺഗ്രസിന് 4 സീറ്റുകളാണ് ലഭിച്ചത് എങ്കിൽ ഇത്തവണ ഒരു മഹാസഖ്യത്തിന്റെ ഭാഗമായി 61 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് ഇപ്പോൾ 3 സീറ്റുകളിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ അവസ്ഥയിലാണ് ബീഹാറിൽ കോൺഗ്രസ് ഉള്ളത് എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുക. ഞാനിപ്പോൾ ഉള്ളത് പുതിയ AICC ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ്. ഇവിടെ അതീവ ശോകമൂഖമായ ഒരു സാഹചര്യം തന്നെയാണ്. ആൾത്തിരക്ക് ഒട്ടുമേയില്ല. സാധാരണ രീതിയിൽ മറ്റ് ജോലികൾക്കായി എത്തിയ ആളുകൾ, പാർസലും മറ്റും നൽകാൻ എത്തിയ ആളുകൾ മാത്രമാണ് ഇവിടെയുള്ളത്. പ്രധാന നേതാക്കൾ ആരും തന്നെ എത്തിയിട്ടില്ല. സാധാരണ രീതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ ആസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അത് കാണാനും ഒന്നിച്ചിരുന്ന് ഫലമറിയാനും മറ്റും പ്രവർത്തകർ എത്താറുണ്ട്. അത്തരത്തിലുള്ള യാതൊരു കാഴ്ചയും ഇവിടെയില്ല. ഈ പുതിയ ആസ്ഥാനം നിർമ്മിച്ചതിന് ശേഷം പ്രധാന നേതാക്കളെല്ലാം തന്നെ എത്താറുള്ളത് ഈ ഒരു ഇന്ദിരാഭവനിൽ തന്നെയാണ്. എന്നാൽ ഇന്ന് അത്തരത്തിൽ ആരും തന്നെ ഇല്ല. രാഹുൽ ഗാന്ധി വൈകിട്ടോടെ പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തും ഉച്ചയ്ക്ക് ശേഷം എന്ന സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും നിലവിൽ അത്തരത്തിലുള്ള യാതൊരു വിവരമില്ല. ഒരു പ്രതികരണവും ഇല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പഴിച്ച ഒരു പ്രതികരണം പോലും ഇല്ല എന്ന് പറയാം. ഇന്ന് പഴയ AICC ആസ്ഥാനത്ത് രാവിലെ കുറച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്ലക്കാർഡുകളും മറ്റുമായി എത്തിയിരുന്നു. അതിലും ഈ വോട്ട് ചോരി ആരോപണം മുൻനിർത്തിയുള്ള ചില പ്ലക്കാർഡുകളുമായാണ് അവർ എത്തിയത്. ഈ ഒരു കാരണം പറഞ്ഞ് തന്നെ തൽക്കാലത്തേക്ക് ഈ ഒരു ഫലത്തെ നേരിടാം എന്നാണ് കോൺഗ്രസ് കണക്കാക്കുന്നത്. എങ്കിൽ പോലും ആ കാര്യങ്ങൾ അവിടെ നിൽക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അത്ര വലിയ തകർച്ചയുണ്ടായിരിക്കുന്നു എന്നതോടൊപ്പം തന്നെ മുന്നണിക്കുള്ളിൽ ഇക്കാര്യം വിശദമായി തന്നെ വിശകലനം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും. ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിക്കാൻ പോലും കോൺഗ്രസിന് സമ്മതമല്ലായിരുന്നു. അതിന് പ്രധാന കാരണമായി കോൺഗ്രസ് പറഞ്ഞത് ഈ വോട്ടധികാർ യാത്ര ഉൾപ്പെടെ സംസ്ഥാനത്ത് കോൺഗ്രസ് നടത്തിയ പരിപാടികളിൽ ആ ജനവികാരം അറിഞ്ഞു എന്നും ജംഗിൾ രാജ് ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ട്, അത് തിരിച്ചടിയാകും തേജസ്വിയെ മുൻനിർത്തിയാൽ എന്നുമുള്ള അഭിപ്രായം കോൺഗ്രസിനുണ്ടായിരുന്നു. പിന്നീട് തേജസ്വി കടുത്ത നിലപാടെടുത്ത ഒരു പശ്ചാത്തലത്തിലാണ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീയതി ഉൾപ്പെടെ കഴിഞ്ഞ ശേഷമാണ് സഖ്യം സംബന്ധിച്ചൊരു ചിത്രം, അല്ലെങ്കിൽ നേതാക്കൾ ഒന്നിച്ചിരുന്ന് ഒരു സഖ്യമുണ്ട്, സഖ്യമായാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്, മഹാസഖ്യം എന്ന് പ്രഖ്യാപിക്കാൻ പോലും തയ്യാറായത്. ഇത് ജനങ്ങളിൽ ആത്മവിശ്വാസം നൽകാൻ കഴിഞ്ഞില്ല. ഇത്തരം ഒരു നീക്കത്തിലൂടെ സഖ്യത്തിലെ കെട്ടുറപ്പ് സംബന്ധിച്ച് വലിയ സംശയങ്ങൾ ഉയർന്നു. പ്രത്യേകിച്ചും അത്തരത്തിലൊരു സഖ്യം പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലും എത്ര സീറ്റുകളിലാണ്, ആരൊക്കെ എത്ര സീറ്റുകളിൽ എന്ന് പ്രഖ്യാപിക്കാൻ പോലും ഈ ഘട്ടത്തിൽ, ഈ വോട്ടെണ്ണുന്ന ഘട്ടത്തിൽ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ട്. കോൺഗ്രസ് 61 സീറ്റുകളിൽ ആണ് ഇത്തവണ മത്സരിച്ചത്. അതിൽ 11 സീറ്റുകൾ
സീറ്റുകളിൽ സൗഹൃദ മത്സരം എന്നുണ്ടായിരുന്നു. പരസ്പരം മുന്നണിക്കുള്ളിലെ സ്ഥാനാർത്ഥികൾ തന്നെ RJDയുമായും CPIയുമായും എല്ലാം തന്നെ പരസ്പരം മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ 70 സീറ്റുകളിൽ മത്സരിച്ച 19 സീറ്റുകൾ മാത്രം വിജയിച്ച കോൺഗ്രസ് കഴിഞ്ഞ തവണത്തെ ഭരണം നഷ്ടമാകാൻ ഒരു പ്രധാന കാരണമായതായി വിലയിരുത്തിയിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യ യോഗത്തിൽ. എന്നാൽ ഇത്തവണ അതേ 70 സീറ്റ് തന്നെ വേണമെന്ന് പിടിവാശി കാണിക്കുകയും JMM, സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് സഖ്യത്തിന്റെ ഭാഗമാകാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇടത് പാർട്ടികൾക്ക് ഉൾപ്പെടെ കൂടുതൽ സീറ്റുകൾ വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും അത് നൽകാൻ കഴിയാതിരുന്നു. VIPക്ക് കൂടുതൽ സീറ്റുകൾ അവകാശപ്പെട്ടിരുന്നു, അത് നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. കൂടാതെ ഈ പ്രചരണത്തിന്റെ അജണ്ട നിശ്ചയിക്കുന്നതിലും കോൺഗ്രസിന് പാളിച്ച പറ്റിയെന്ന വിലയിരുത്തൽ തുടക്കത്തിൽ തന്നെയുണ്ട്. ബീഹാറിലെ ജനങ്ങളെ ബാധിക്കുന്ന യഥാർത്ഥ പ്രശ്നം എന്ത് എന്ന് അറിഞ്ഞല്ല പ്രചരണം നടത്തിയത് എന്നും വോട്ട് ചോരി എന്നുള്ള മുദ്രാവാക്യം അത് സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒന്നല്ല, അല്ലെങ്കിൽ അത് ജനങ്ങളിലേക്ക് പ്രചരണം നടത്തി എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുമുള്ള വിലയിരുത്തലുകളുണ്ട്. പ്രധാനമായും ഈ വോട്ട് ചോരി ബീഹാറിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന ഈ മൈഗ്രന്റ് വർക്കേഴ്സിനെ ഉദ്ദേശിച്ചാണ് കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്നത്. അവരെ വലിയൊരു പ്രശ്നങ്ങളിലേക്ക് കോൺഗ്രസ് അല്ലെങ്കിൽ മഹാസഖ്യം എത്രത്തോളം കടന്നു ചെന്നിട്ടുണ്ട് എന്നുള്ള ചോദ്യങ്ങൾ കൂടി ഉന്നയിക്കേണ്ടുന്ന സമയമാണ്. അതിനൊക്കെയുള്ള ഉത്തരങ്ങൾ ഒരുപക്ഷെ ഈ പാർട്ടികളുടെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഏതായാലും തുടക്കത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വന്ന വിമർശനം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരാണ് എന്നുള്ളതാണ്. അതിനുശേഷം ഒരു പ്രതികരണവും ആ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.